ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമുക്കിന്ന് ഒരു അടിപൊളി അവിൽ മിൽക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലോട്ട് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു സ്പൂൺ കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള അവിലിട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിവിടെ 4 റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ മാഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമില്ല, ഇതേപോലെ ഈ ഒരു പരുവത്തിനായാൽ മതി കേട്ടോ. എന്നിട്ട് അതിലോട്ട് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ട്, അത് മുങ്ങി നിൽക്കുന്ന വിധത്തിലുള്ള പാൽ ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഇളക്കി കൊടുത്തതിന് ശേഷം മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഞാനിവിടെ ചേർക്കുന്നത്. അതും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇത് ഒരു ഗ്ലാസ്സിലോട്ട് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് അവിൽ ഞാൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ പഴത്തിൻ്റെ മിക്സ് അതിട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മളിവിടെ നിലക്കടലയാണ് കേട്ടോ, അതിട്ട് കൊടുത്തു. അതിട്ട് കൊടുത്തിട്ട് ഞാനിവിടെ ബൂസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബൂസ്റ്റ് കുറച്ച് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഇങ്ങനെ കൊട്ടി കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് പിന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ് കേട്ടോ. അതായത് നമ്മുടെ അവിൽ, പഴം, അതേപോലെ തന്നെ നിലക്കടല, പിന്നെ നമ്മുടെ ബൂസ്റ്റ്. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തു. ഇതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പഴത്തിൻ്റെ മിക്സ് ഒന്നുകൂടി ഒഴിച്ച് അതിലോട്ട് നമ്മൾ നിലക്കടലയും അതേപോലെ അവിലും ബൂസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി അവിൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ മോൻ ഇവിടെ തന്നെ കാത്ത് നിൽക്കുക കേട്ടോ, അമ്മ ഉണ്ടാക്കി കഴിഞ്ഞോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അവന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ അവന് കൊടുത്തു. അതിന് ശേഷം ഞാനും കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്